കേരളത്തിൽ എന്താണ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നത് സംബന്ധിച്ചൊരു വെളിപാടുമില്ല. ഒരാളോട് പോലും ചർച്ച ചെയ്യാതെ, ഒരു തലത്തിൽ പോലും ചർച്ച ചെയ്യാതെ, സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടുപോകാം എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചിന്തിക്കുന്നത്. ഇന്നിന്നാൾ വേണമെന്നാവശ്യപ്പെടാം, അതനുസരിച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. അതിൻ്റെ തർക്കം തീർന്നിട്ടില്ല. ഇനി മന്ത്രിമാരെ പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വികസന കാഴ്ചപ്പാട്, കേരളത്തിൻ്റെ വികസന താല്പര്യങ്ങൾ ഇവയൊന്നും വെച്ചുകൊണ്ടല്ലെന്ന് സാമുദായിക ഗ്രൂപ്പ് സമ്മർദ്ദ ശക്തികൾക്ക് കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു വകുപ്പ് വിഭജനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇത് വരാൻ പോകുന്ന വലിയ വിപത്തിൻ്റെ സൂചനയാണ്. ഇത് കേരളത്തിൽ UDFിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന വർഗീയ വിഭാഗീയ ഭരണത്തിൻ്റെ രാപൽ സൂചനയാണ്, തുടക്കമാണ്. ഒരു യുക്തിയില്ലാതെയാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് മൃഗസംരക്ഷണ വകുപ്പും ഡയറി വകുപ്പും രണ്ട് മന്ത്രിമാരുടെ കീഴിലാവുന്നത്? ദേശീയ തലത്തിൽ പോലും അവരിന്ന് അംഗീകരിച്ചിട്ടുള്ള നയങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനമാണിത്. ഇതാണൊരു കാര്യം. കേരളത്തിൽ ലോട്ടറി സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉയർന്നു വന്നത് 2005 ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഒരു വർഷക്കാലം ഒരു നടപടിയെടുത്തില്ല. അത്തരത്തിലുള്ള അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടായിരുന്നു അന്ന് UDF. നികുതി പിരിക്കുന്നതിന്, ലോട്ടറിയുടെ മേൽ നികുതി പിരിക്കുന്നതിന് അക്കാലത്ത് നിയമപരമായിട്ട് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്ത് മാനദണ്ഡം വെച്ചാണ് നികുതി ഈടാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് UDF സർക്കാർ തന്നെ ക്ലാരിഫിക്കേഷൻ നൽകിയിരുന്നു. എത്രായിരം കോടി രൂപയാണ് കേരളത്തിന് അതുവഴി നഷ്ടപ്പെട്ടത്.